കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാമാങ്കം എന്ന മഹാമേളയ്ക്ക് അതുല്യമായ സ്ഥാനമുണ്ട്. എന്നാൽ മാമാങ്കത്തിൻ്റെ ചരിത്രത്തോടൊപ്പം ഇന്നും ദുരൂഹതയുടെ മറവിൽ നിൽക്കുന്ന ഒരു നിർമ്മിതിയുണ്ട്. അതാണ് തിരുനാവായിലെ മരുന്നറ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മാമാങ്കത്തിൻ്റെ മണ്ണിൽ തന്നെയാണ്. തിരുനാവായിക്കടുത്ത് കൊടക്കൽ എന്ന പ്രദേശത്തുള്ള മരുന്നറ. പുറമേ നോക്കുമ്പോൾ ഇതൊരു സാധാരണ കൽനിർമ്മിത മുറി പോലെ തോന്നാം. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യത്തെക്കുറിച്ച് ഇന്നും വ്യക്തമായ ചരിത്രരേഖകളില്ല. അതുകൊണ്ട് തന്നെ മരുന്നറ ചരിത്രപ്രേമികൾക്കും ഗവേഷകർക്കും കൗതുകം ഉണർത്തുന്ന ഒരു സ്മാരകമായി തുടരുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ മാമാങ്കത്തിൽ പരിക്കേറ്റ ചാവേർ പോരാളികൾക്ക് ചികിത്സ നൽകാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഔഷധങ്ങളും ചികിത്സാ വസ്തുക്കളും സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് മരുന്നറ എന്ന പേര് വന്നതെന്നും ഒരു വിശ്വാസമുണ്ട്. മറ്റു ചിലർ പറയുന്നത് ഇത് ചികിത്സയ്ക്കുള്ള സ്ഥലമല്ല, മറിച്ച് മാമാങ്കവുമായി ബന്ധപ്പെട്ട രഹസ്യയോഗങ്ങൾക്കും പ്രധാന തീരുമാനങ്ങൾക്കുമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു പ്രത്യേക മുറിയായിരുന്നുവെന്നാണ്. ഈ വാദങ്ങൾക്കും ഇതുവരെ വ്യക്തമായ തെളിവുകളില്ല. ഇന്ന് ഈ കൽനിർമ്മിതി നിശബ്ദമായി നിലകൊള്ളുന്നു. ഒരു കാലത്ത് ഇവിടെ എന്താണ് നടന്നിരുന്നത്? ആരൊക്കെയാണ് ഈ മുറിയിലേക്ക് വന്നിരുന്നത്? ഇവിടെ സൂക്ഷിച്ചിരുന്നത് മരുന്നുകളായിരുന്നോ, അതോ ചരിത്രത്തിൻ്റെ മറ്റേതെങ്കിലും രഹസ്യങ്ങളോ? ഈ ചോദ്യങ്ങൾ ഇന്നും ഉത്തരമില്ലാതെ തുടരുകയാണ്. തിരുനാവായുടെ ചരിത്രവും മാമാങ്കത്തിൻ്റെ ഓർമ്മകളും ചരിത്രത്തിൻ്റെ പേജുകളിൽ വ്യക്തമായി രേഖപ്പെടുത്താത്തതിനാൽ മരുന്നറയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാലും തിരുനാവായുടെ ചരിത്രവും മാമാങ്കത്തിൻ്റെ ഓർമ്മകളും അന്വേഷിക്കുന്നവർക്ക് ഈ സ്മാരകം ഒഴിവാക്കാനാവാത്ത ഒരു സ്ഥലമാണ്. ചരിത്രം ഉറപ്പിച്ച് പറയാത്ത ഒരു കഥ, വിശ്വാസങ്ങളും അനുമാനങ്ങളും മാത്രം ബാക്കിയാക്കിയ ഒരു നിർമ്മിതി, അതാണ് തിരുനാവായിലെ മരുന്നറ. ഈ സ്മാരകം വെറും കല്ലുകൊണ്ടുള്ള ഒരു മുറിയല്ല. നമ്മുടെ പൈതൃകത്തിൻ്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ ഇന്നും നിശബ്ദമായി കാത്തുസൂക്ഷിക്കുന്ന ഒരു ചരിത്ര സാക്ഷിയാണ്. ചരിത്രം തേടിയുള്ള യാത്ര ഇനിയും തുടരും.